നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും ഇഷ്ട വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: കുടിയേറ്റ വിരുദ്ധത. ഇതൊരു തരം പാരനോയിയായിട്ട് വളരുകയാണ് ട്രംപിന്റെ മനസ്സിൽ. അമേരിക്ക അനുഭവിക്കുന്ന എല്ലാ പ്രശ്നത്തിനും പിന്നിൽ അമേരിക്കയിലേക്ക് കുടിയേറി വരുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് അനധികൃത കുടിയേറ്റക്കാരാണ്. ഇതൊരു മനോഭാവത്തിന്റെ വിഷയമാണ്. നമുക്കറിയാമല്ലോ, ഒരു ശത്രുവിനെ ചൂണ്ടിക്കാട്ടുന്നത് രാഷ്ട്രീയമായി പ്രയോജനം ചെയ്യും. ഒരു ശത്രുവിനെതിരെയുള്ള പോരാട്ടത്തിന് മഹാഭൂരിപക്ഷം ആളുകളെ അണിനിരത്താം എന്ന് തെളിയിച്ച യുഗപ്രഭാവനാണ് സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലർ, ജർമ്മൻ ഏകാധിപതി, നാസി പാർട്ടിയുടെ സൃഷ്ടാവ്. അഡോൾഫ് ഹിറ്റ്ലറുടെ തിയറിയാണ് ജൂതൻ, യഹൂദൻ പലയിടത്തു നിന്നും ജർമ്മനിയിലേക്ക് കടന്നു വന്നതാണ്. അവർ നൂറ്റാണ്ടുകളായിട്ട് അവിടെ താമസിക്കുന്നു. ജർമ്മനിയുടെ അന്നത്തെ പതനത്തിന്റെ, ഒന്നാം ലോകമഹായുദ്ധത്തിലെ പരാജയത്തിന്റെ കാരണം യഹൂദൻ ജർമ്മനിയെ ഒറ്റിക്കൊടുത്തതാണ്. യഹൂദന്റെ ദേശീയത ഇല്ലായ്മയാണ് ജർമ്മനിയുടെ പരാജയത്തിന് കാരണം എന്ന് ഹിറ്റ്ലർ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. അതനുസരിച്ച് ഭൂരിപക്ഷം വൈറ്റ് ജർമ്മൻസിനെ, അവർ ആര്യൻസ് ആണ്, വംശീയമായ ഒരു സുപ്പീരിയർ ആണ്, ഒരുമിച്ച് നിർത്തി യഹൂദനെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ ഹിറ്റ്ലറുടെ കരങ്ങൾക്ക് ശക്തി പകരൂ. ഇത് വിശ്വസിച്ചാണ് നാസി പാർട്ടിക്ക് ജനം വോട്ട് ചെയ്തതും ഹിറ്റ്ലർ ഫ്യൂററായി മാറിയതും ഹിറ്റ്ലർ അവിടെ ഏകാധിപതിയായി ഭരണത്തിലെത്തിയതും പിന്നീടുള്ള ചരിത്രം. ഡൊണാൾഡ് ട്രംപ് അതുപോലെ ഒരു ട്രംപ് കാർഡാണ് പ്രയോഗിക്കുന്നത്. മെക്സിക്കോയിൽ നിന്ന് കടന്നു വരുന്ന അനധികൃത കുടിയേറ്റക്കാർ, നുഴഞ്ഞുകയറ്റക്കാർ, അവരാണ് അമേരിക്കയിലെ ഡ്രഗ് മാഫിയ. അവരാണ് കാർട്ടലുകൾ ഉണ്ടാക്കുന്നത്. അവരാണ് സമാന്തര ഭീകര പ്രവർത്തനം നടക്കുന്നത്. അവർ ലോക്കൽ സംഘങ്ങൾ, കൊള്ള, കൊള്ളിവെപ്പ്, പിടിച്ചുപറി, പീഡനങ്ങളെല്ലാം നടത്തുന്നത് മെക്സിക്കൻ മാഫിയയാണ്. അത് കുറച്ചൊക്കെ ശരിയുമാണ്. മെക്സിക്കോ മാത്രമല്ല, എല്ലാ മയക്കുമരുന്നിന്റെയും അടിസ്ഥാനം മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും അതിർത്തി കടന്നു വരുന്ന മയക്കുമരുന്നാണ്. ഇതിനെല്ലാം വിദേശ കുടിയേറ്റക്കാരാണ് കാരണം എന്നാണ് ട്രംപിന്റെ ഭക്ഷ്യം. അവരാണ് ക്രമസമാധാന നില തകർക്കുന്നത്. അവരാണ് അമേരിക്കൻ സാധാരണക്കാരായ അമേരിക്കക്കാരെ പിടിച്ചുപറിയിലൂടെ വെടിവെച്ച് കൊല്ലുകയും ഒക്കെ ചെയ്യുന്നത്. ഈ പരിപ്പ് നല്ലതുപോലെ വെന്തു. അതുകൊണ്ടാണല്ലോ ട്രംപിനെ വെള്ളക്കാരായ അമേരിക്കക്കാരുടെ ഇടയിലും അവിടെ അധികൃതമായി കുടിയേറിയ ഇന്ത്യൻ വംശജർ, ആഫ്രോ അമേരിക്കൻ വംശജർ, ഇവരുടെ എല്ലാം നിർലോഭമായ പിന്തുണ കിട്ടിയതും. ട്രഡീഷണലി ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പോയിരുന്ന വോട്ടുകൾ പോലും ചിലതൊക്കെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും ട്രംപിനും കിട്ടിയത് ഈ ഒരു റെറ്ററിക്കിന്റെ ബലത്തിലാണ്. ട്രംപ് ഈസ് ഏബിൾ ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ അധികൃതമായ കുടിയേറ്റവും ഇല്ലീഗൽ ഇമിഗ്രേഷനും തമ്മിൽ. ഹി ഈസ് ഡിസ്റ്റിംഗ്വിഷിങ്. അതാണ് അദ്ദേഹം വേർതിരിച്ച് കാണുകയാണ്. പക്ഷേ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, പലരും സൗകര്യപൂർവ്വം മറക്കുന്നതും ട്രംപിന്റെ ഓർമ്മയിലേ ഇല്ലാത്തതുമായ ഒരു കാര്യം: യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഈസ് എ മെൽറ്റിംഗ് പോട്ട് കൾച്ചർ. എന്ന് പറഞ്ഞാൽ അമേരിക്കയിലേക്ക് കാലാകാലങ്ങളിൽ കുടിയേറി വന്നവരാണ് അമേരിക്ക സൃഷ്ടിച്ചത് എന്ന കാര്യം സൗകര്യപൂർവ്വം എല്ലാവരും മറക്കുന്നു. യൂറോപ്പിൽ നിന്നും നമുക്കറിയാമല്ലോ, മെയ്ഫ്ലവർ എന്ന കപ്പലിൽ പിൽഗ്രിം ഫാദേഴ്സ് കടന്നു വന്നു. പല പല കപ്പലുകളിലായി ഫ്രാൻസിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ഒക്കെ ആൾക്കാർ വന്നു. അവർ സൃഷ്ടിച്ച ഒരിടം, അത് റെഡ് ഇന്ത്യക്കാരെ കൊന്നൊടുക്കിക്കൊണ്ടാണ്. അവരുണ്ടായിരുന്ന ആദിമ വംശജരെ, ആ സംസ്കാരങ്ങളെ പൂർണ്ണമായി എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ്, ഗൺ പവറിലാണ് അമേരിക്കയിൽ ആദിമ കുടിയേറ്റക്കാർ കോളനികൾ, 13 കോളനികൾ സൃഷ്ടിച്ചത്, ബ്രിട്ടീഷ് കോളനികൾ സൃഷ്ടിച്ചത്. അതിനുശേഷമാണ് പിന്നീട് ചരിത്രപരമായ പല പോരാട്ടങ്ങൾ, അടിമത്തം ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക വളരെയധികം മുന്നേറി. പിന്നീട് അടിമത്തം നിരോധിച്ചു, പിന്നീട് അമേരിക്കയിൽ തുല്യത കൊണ്ടുവന്നു. എല്ലാം ശരിയാണ്. വെള്ളക്കാരും കറുത്ത വർഗക്കാരും പിന്നീട് വന്ന ഇന്ത്യൻ വംശജരും ചൈനീസ് വംശജരും എല്ലാം തന്നെ ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് അമേരിക്കയിലേക്ക് കുടിയേറി അവിടെ പാർത്തവരാണ്. അങ്ങനെയെങ്കിൽ കുടിയേറ്റ വിരുദ്ധത എന്ന ട്രംപിന്റെ നയം, അതിന്റെ യുക്തി എന്താണ്? ട്രംപ് പറയുന്നത് ജോലികൾ, അമേരിക്കക്കാർക്ക് ലഭിക്കേണ്ട ജോലികളെല്ലാം, പ്രത്യേകിച്ച് താഴ്ന്ന ജോലികൾ എല്ലാം തന്നെ ഇവർ കൊണ്ടുപോകുന്നു. അപ്പൊ അസംതൃപ്തരായ വലിയൊരു വിഭാഗം വെള്ളക്കാരായ ആളുകളുണ്ട്. അവരുടെ ജോലി കുടിയേറ്റക്കാർ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് കുടിയേറ്റക്കാർക്കെതിരെ ട്രംപ് നിൽക്കുമ്പോൾ ട്രംപിന് അനുകൂലമായി ഒരു വോട്ട്. അപ്പൊ ട്രംപ് ഇപ്പൊ പറയുന്നത് മെക്സിക്കോ അതിർത്തിയിൽ വേലി കെട്ടി തുടങ്ങി അത് പൂർത്തിയാക്കും. 2, ഞാൻ സൈന്യത്തെ അങ്ങോട്ട് അയക്കുകയാണ്. മെക്സിക്കോ അതിർത്തിയിൽ, അമേരിക്കയുടെ ദക്ഷിണ അതിർത്തിയിൽ ഞാനിത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു.
അവിടെ ഒരു കുഞ്ഞു പോലും ഇനിയും നുഴഞ്ഞു കയറില്ല. നുഴഞ്ഞു കയറിയവരെ സമയബന്ധിതമായി പുറത്താക്കും. നുഴഞ്ഞു കയറിയവരുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ് ട്രംപിന്റെ കണക്കിൽ. അത് ലക്ഷങ്ങൾ കഴിഞ്ഞ ദശലക്ഷങ്ങളിലേക്ക് നീങ്ങുന്ന നമ്പേഴ്സാണ്. ഇവരെല്ലാം കൂടി ഒറ്റയടിക്ക് ഡീപ്പോർട്ട് ചെയ്യാൻ ആവുമോ? ഇല്ല എന്ന് തന്നെയാണ്. അതിനുണ്ടാകുന്ന ഭീമമായ ചെലവ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ അവരെ ഡീപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു രാഷ്ട്രാന്തര പ്രഹേളികയാണ്. അവരെ സ്വീകരിക്കാൻ രാജ്യമുണ്ടാകണം, അവര് പുറപ്പെട്ട രാജ്യമുണ്ടാകണം. മെക്സിക്കോയിൽ നിന്നാണെങ്കിൽ മെക്സിക്കോ എന്ന രാജ്യം അവരെ തിരിച്ച് അനുവദിക്കണം കയറാൻ. അവരെ കടലിൽ കൊണ്ട് തള്ളാനാവില്ല, വെടിവെച്ച് കൊല്ലാനാവില്ല. അമേരിക്കയിൽ ശക്തമായ നിയമവാഴ്ചയുള്ള സ്ഥലമാണ്, അവരെ പീഡിപ്പിക്കാനാവില്ല. അങ്ങനെ ട്രംപ് ഒരുപാട് നിയമ പോരാട്ടങ്ങൾക്ക് നാന്ദി കുറിച്ചിരിക്കുകയാണ്. 22 സംസ്ഥാനങ്ങൾ ഈ കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ടല്ല, ജനനവുമായിട്ട് നാച്ചുറൽ ബർത്ത് പോളിസി അല്ലെ, ബർത്ത് ഒരു റൈറ്റ് ആണ്. അമേരിക്കയിൽ ജനിച്ചു വീഴുന്ന ആരുടെയും ആകട്ടെ, കുടിയേറ്റക്കാരന്റെ ആകട്ടെ, അധികൃത കുടിയേറ്റക്കാരനാകട്ടെ, അനധികൃത കുടിയേറ്റക്കാരനാകട്ടെ, വിസിറ്റ് വിസയിൽ വന്നയാളാകട്ടെ, ഒരു മകനോ മകളോ ജനിച്ചാൽ, ഇപ്പൊ മകനോ മകളോ മാത്രമേ ജനിക്കൂ കേട്ടോ. ട്രംപ് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് ഇല്ല. അപ്പൊ ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം തന്നെ ഒന്നുകിൽ പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി, മറ്റൊരു ലിംഗം ഉണ്ടാവില്ല എന്ന് ട്രംപ് തീരുമാനിച്ചു കഴിഞ്ഞു. അതവിടെ നിൽക്കട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. ആ കുട്ടികൾക്ക് ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് പൗരത്വം ലഭിക്കില്ല. മാതാവോ പിതാവോ അമേരിക്കൻ പൗരനോ അമേരിക്കൻ ഗ്രീൻ കാർഡ് ഹോൾഡറോ അല്ല എങ്കിൽ പൗരത്വത്തിന് അർഹതയുണ്ടാവില്ല. അതിനർത്ഥം ആ കുഞ്ഞിനെ എന്ത് ചെയ്യും? അങ്ങനെ കുടിയേറി വന്നവരെ എന്ത് ചെയ്യും? ഇതെല്ലാം തന്നെ വലിയ വിഷയമാണ്. 22 സംസ്ഥാനങ്ങളാണ് അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിൽ. 22 സംസ്ഥാനങ്ങൾ നിയമ പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ട്രംപിന് ചെയ്യാൻ സാധിക്കുന്നത്, നിയമ പോരാട്ടങ്ങൾ അനുകൂലമായി വരികയാണെങ്കിൽ അമേരിക്കൻ സ്വാധീന വലയത്തിലുള്ള ആളുകളുടെ മേൽ, അമേരിക്കൻ സ്വാധീനത്തിലുള്ള ആളുകളുടെ മേൽ അമേരിക്കയ്ക്ക് നിയന്ത്രണം ഉണ്ടാകും എന്നാണ് 14ാം ഭേദഗതി പറയുന്നത്. അമേരിക്കൻ ഭരണഘടനയുടെ 14ാം ഭേദഗതി, അത് 1868-ലാണ്. 14th അമെൻമെന്റ്, അത് വിഖ്യാതമായ അമെൻമെന്റ് ആണ്. അന്ന് ഈ കറുത്ത വർഗ്ഗക്കാരായ ആളുകളുടെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ അടിമകളുടെ കുട്ടികൾക്ക് പൗരത്വം ലഭിക്കുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു ഉദാരമായ ഒരു നയമാണ് നാച്ചുറൽ റൈറ്റ്, ബർത്ത് റൈറ്റ് പോളിസി. ആ പോളിസിയുടെ പ്രതിഫലനമാണ്, അത് നിയമപരമായി കൊണ്ടുവരാൻ വേണ്ടിയാണ് 14ാം ഭേദഗതി, അമേരിക്കൻ ഭരണഘടനയുടെ 14ാമത്തെ ഭേദഗതി. ആ ഭേദഗതി നിലവിലുള്ളത് കോടതിയുടെ വ്യാഖ്യാനത്തിന് വിധേയമാണ്. അമേരിക്ക ശക്തമായ ജുഡീഷ്യൽ സംവിധാനം കൂടിയുള്ള ഒരു രാജ്യമാണ്. അപ്പൊ ആ രാജ്യത്തിന്റെ കോടതി സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ ട്രംപിന്റെ ഈ പോളിസിയെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പ്രഖ്യാപിച്ചാൽ അടുത്ത വഴി എന്താണ്? ബൈ എൻ അമെൻഡ്മെന്റ് ട്രംപ് ക്യാൻ ബ്രിങ് അബൌട്ട് ചേഞ്ച്. ഈ ഒരു കാര്യം, ട്രംപ് ആഗ്രഹിച്ച കാര്യം, ഇനി ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ കൊണ്ടുവരാൻ സാധിക്കും. അമേരിക്കയിലേക്ക് കടന്നു വരുന്ന വിദേശ ആളുകളുടെ അല്ലെങ്കിൽ കുടിയേറ്റക്കാരുടെ മക്കൾക്ക് പൗരാവകാശം ഉണ്ടാവില്ല, അവിടെ ജനിച്ചു വീണാൽ പോലും സ്വാഭാവിക പൗരന്മാരാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനയിൽ ഭേദഗതി ചെയ്യണമെങ്കിൽ നടപടിക്രമം ആവശ്യമാണ്. 3/2 ഭൂരിപക്ഷം ഉണ്ടാവണം അമേരിക്കൻ കോൺഗ്രസിന്റെ ഉപരിമണ്ഡലമായ സെനറ്റിലും അധോമണ്ഡലമായ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലും. അത് മാത്രമല്ല, അതിന് പുറമെ അമേരിക്കയുടെ 50 സംസ്ഥാനങ്ങളിൽ 4/3 സംസ്ഥാനങ്ങളുടെ പിൻബലവും ഉണ്ടാകണം. അതത്ര എളുപ്പമല്ല, ഇന്നത്തെ നിലയിൽ അത്ര എളുപ്പമല്ല. ഭാഗ്യത്തിന് ട്രംപ് ഉദ്ദേശിക്കുന്ന പോലെ നടന്നാൽ ട്രംപിന് ഭൂരിപക്ഷമുണ്ട് സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലും. പിന്നെ പോപ്പുലർ മാൻഡേറ്റിന്റെ പിൻബലമുണ്ട്, പോപ്പുലർ വോട്ട് ട്രംപിന് അനുകൂലമാണ്. അതുകൊണ്ട് ദേശവ്യാപകമായ ഒരു കൺസെൻസസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത്രയും സംസ്ഥാനങ്ങളുടെ പിന്തുണ ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. പ്രത്യേകിച്ചും 22 സംസ്ഥാനങ്ങൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ 4/3 ഭൂരിപക്ഷം ലഭിക്കില്ല കട്ടായം. അതുകൊണ്ട് നിയമ പോരാട്ടത്തിൽ ട്രംപിന് പരാജയം സംഭവിച്ചാൽ ട്രംപ് കട്ടയും പടവും മടക്കിയിരിക്കേണ്ടി വരും. കുടിയേറ്റ വിഷയത്തിൽ പറയാമെന്നല്ലാതെ, കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാമെന്നല്ലാതെ, ഈ കുട്ടികളുടെ കാര്യത്തിൽ പൂർണ്ണമായി ട്രംപിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് മാത്രമല്ല, വിദേശത്ത് നിന്ന് കടന്നു വരുന്ന, പ്രത്യേകിച്ച് H-1B വിസ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് കടന്നു വരുന്ന അഭ്യസ്ത വിദ്യരായ, ട്രെയിൻഡായ, ടെക്നിക്കലി സ്കിൽഡ് ആൻഡ് പ്രൊഫഷണലി എക്യുപ്ഡ് ആളുകൾ, അത് ഇന്ത്യയിൽ നിന്നുൾപ്പെടെ ചൈനയിൽ നിന്നുൾപ്പെടെ, അവരാണ് അമേരിക്കയെ ഈ രൂപത്തിൽ സൃഷ്ടിച്ചെടുത്തത്, ഈ രൂപത്തിൽ നിലനിർത്തുന്നത്.
അല്ലാതെ അമേരിക്കയിൽ ജനിച്ചു വളർന്ന എല്ലാം അമേരിക്കൻ ആയ ആളുകളല്ല. അവരെക്കാൾ കഠിനാധ്വാനികളാണ് പലപ്പോഴും വിദേശത്ത് നിന്ന് കുടിയേറി വരുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് പോകുന്ന മലയാളികൾ ഉൾപ്പെടെ ഏറ്റവും കഠിനാധ്വാനികളായ ആളുകളാണ്, ഏറ്റവും കാര്യക്ഷമതയുള്ള ആളുകളുമാണ്. അവരെ അമേരിക്കൻ സമൂഹം ബഹുമാനിക്കുന്നു. അവരാണ് അമേരിക്കയെ സൃഷ്ടിക്കുന്നത്. അവർക്ക് അവരുടെ മക്കളെ പോലും സിറ്റിസൺസ് ആക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയ ദൂരവ്യാപകമായ ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. അവിടെയും ട്രംപിന്റെ കുടിയേറ്റ നയം ഒരുപക്ഷെ when you put the policy under the scanner and the proclamations, executive orders under the scanner, lots and lots of changes can be expected in the due course of time. ഇത് മാറ്റം വന്നെങ്കിലേ പറ്റൂ, അല്ലാതെ ട്രംപ് വിചാരിക്കുന്നത് പോലെ നടക്കില്ല കട്ടായം. എന്നാൽ കുടിയേറ്റത്തിന്റെ തോത് കുറച്ചു കൊണ്ടുവരാൻ കഴിയും. ഇന്ത്യയിൽ നിന്ന് 20,000-ഓളം പേരാണ് അനധികൃത കുടിയേറ്റക്കാരുടെ ലിസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ മറ്റൊരു വീഡിയോ, ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യുമ്പോൾ വിശദമായി ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റത്തിന്റെ കണക്കുകളും കാര്യങ്ങളും പറയാൻ സാധിക്കും. അതുകൊണ്ട് ചുരുക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ കുടിയേറ്റ വിരുദ്ധ നയത്തിന് അനുകൂലമായി അമേരിക്കൻ പൗരന്മാർ വോട്ട് ചെയ്തു. അവരെ സുഖിപ്പിച്ചുകൊണ്ട് പ്രഖ്യാപനങ്ങൾ നടത്തി. ഈ പ്രഖ്യാപനങ്ങൾ നടപ്പിലാകുന്ന ഘട്ടം വരുമ്പോഴാണ് ഇപ്പോഴുള്ള ചെറിയ കല്ലുകടികൾ സ്ഫോടനമായി പരിണമിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ മാത്രമാണ്